ശ്രീമതി ഭാഗ്യലക്ഷ്മി ചേരുന്നുണ്ട്. ഭാഗ്യലക്ഷ്മി, ഇപ്പോൾ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തുവിടാമെന്ന് ഹൈക്കോടതിയുടെ ഉത്തരവ് വന്നിരിക്കുന്നു. എത്രത്തോളം പ്രതീക്ഷ നൽകുന്നതാണ് നിങ്ങളെ സംബന്ധിച്ച്, പ്രത്യേകിച്ച് ഈ സിനിമാ മേഖലയിലെ വനിതാ പ്രവർത്തകരെ സംബന്ധിച്ച് ഈ ഹൈക്കോടതിയുടെ ഈ നിർണായകമായിട്ടുള്ള വിധി? ഇത് യഥാർത്ഥത്തിൽ കോടതി പുറത്തുവിടാൻ പറയും അല്ലെങ്കിൽ ആ സ്റ്റേ ഹർജി തള്ളും എന്നുള്ളത് നല്ല ഉറപ്പുണ്ടായിരുന്നു. കാരണം എന്തിനാണ് ഇത് തടയുന്നത് എന്നൊരു ചോദ്യം സ്വാഭാവികമായിട്ടും ആരാണെങ്കിലും ചോദിക്കുമല്ലോ. അപ്പൊ കോടതി വെറുതെ അവിടെ ഇരുന്നിട്ട് ഓക്കെ ഇയാള് പുറത്തു വിടണ്ടെന്ന് പറഞ്ഞു, അതുകൊണ്ട് അങ്ങ് പുറത്തു വിടണ്ട എന്ന് കോടതി പറയില്ലല്ലോ. അതിന് വ്യക്തമായ കാരണങ്ങൾ കൊടുക്കണമല്ലോ. ഇപ്പോ പബ്ലിക് ഇൻട്രസ്റ്റ് ഇല്ല എന്ന് പറയുന്നത് ആരാണ് പബ്ലിക്? ഇതിൽ മൊഴി കൊടുത്തിരിക്കുന്ന 60ഓളം സ്ത്രീകൾ, അവർക്ക് താല്പര്യം ഉണ്ടാവുമല്ലോ. നാച്ചുറലി അവര് വെറുതെ സമയം കളയാനായിട്ട് പോയി പറഞ്ഞ പരാതികളല്ലല്ലോ ഇതൊന്നും. പിന്നെ ഇത് ഒരു കാരണവശാലും എല്ലാവരും പ്രതീക്ഷിക്കുന്നത് പോലെ അതിൽ പേര് വിവരങ്ങൾ ഉണ്ടാവില്ല എന്നുകൂടി ഞാൻ ഉറപ്പിച്ചു പറയണു. അങ്ങനെ ഉണ്ടാവില്ല. കാരണം അങ്ങനെ ഉണ്ടാകാൻ നിയമസാധുത ഇല്ലെന്നാണ് ഞാൻ അന്വേഷിച്ചിടത്തോളം അറിയാൻ സാധിച്ച ഒരു കാര്യം. അതുകൊണ്ട് തീർച്ചയായിട്ടും ഇത് വരട്ടെ. അപ്പൊ സ്ത്രീകൾ എന്തുമാത്രം ഇതിനുള്ളിൽ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് വ്യക്തമാകും. അതായത് സ്ത്രീകളുടെ സഞ്ചാരത്തിന്റെ പ്രശ്നം, സ്ത്രീകളുടെ വേതനത്തിന്റെ പ്രശ്നം, സ്ത്രീകൾ അനുഭവിക്കുന്ന ശാരീരികമായ മാനസികമായ പ്രശ്നങ്ങൾ എല്ലാം തന്നെ ഈ റിപ്പോർട്ടിലുണ്ടാവും. പക്ഷെ പേരുണ്ടാവില്ല എന്നുള്ളത് ഉറപ്പാണ്. ഓക്കെ, അത് ഈ നടിയാക്രമണ കേസിന്റെ പശ്ചാത്തലത്തിലാണ് ഈ ഹേമ കമ്മീഷനെ സർക്കാർ നിയമിക്കുന്നത്. നടിയാക്രമണ കേസിന്റെ പശ്ചാത്തലത്തിലാണ്. പക്ഷേ അതിനപ്പുറം ഈ സിനിമാ മേഖലയിൽ സ്ത്രീകൾ നേരിടുന്ന വിവേചനം, താങ്കൾ സൂചിപ്പിച്ചതുപോലെ വിവേചനം, മറ്റ് ലൈംഗിക ചൂഷണങ്ങൾ ഉൾപ്പെടെ ഈ റിപ്പോർട്ടിൽ ഉണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. പക്ഷെ അവിടെ താങ്കൾ ഇപ്പോൾ സൂചിപ്പിച്ചല്ലോ ആരുടെയും പേര് പരാമർശിക്കുന്നില്ല എന്ന്. അത് പേര് ബോധപൂർവം ഈ റിപ്പോർട്ടിൽ നിന്നും ഒഴിവാക്കിയതാണോ, അതോ ഇത്തരമൊരു രഹസ്യ സ്വഭാവം ഉള്ളത് കൊണ്ട് തന്നെ ഇത് ഒഴിവാക്കിയതായിരിക്കുമോ? എന്താണ് താങ്കൾ കരുതുന്നത്? അല്ല, പേര് ബോധപൂർവം ഒഴിവാക്കുക എന്നല്ല. ഇപ്പോ പരാതി ഒരു വ്യക്തി ഒരാൾക്കെതിരെ പരാതി പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പാണ് കുറെ മാസങ്ങൾക്ക് മുമ്പോ വർഷങ്ങൾക്ക് മുമ്പോ നടന്ന ഒരു വിഷയമായിരിക്കാം. അതിന് വ്യക്തമായ തെളിവുകൾ ഉണ്ടാവില്ല. ഈ തെളിവുകൾ ഇല്ലാത്തിടത്തോളം കാലം അത് നിയമസാധുത അതിന് വളരെ കുറവായിരിക്കും. കുറവെന്നല്ല, നിയമസാധുത ഇല്ലെന്ന് തന്നെ പറയാം. അപ്പോ ഞാനിപ്പോ ഒരാൾക്കെതിരെ എന്തെങ്കിലും ഒരു ആരോപണം ഉന്നയിച്ചിട്ടുണ്ടെങ്കിൽ ആ ആരോപണത്തിന് വ്യക്തമായ തെളിവുകളും കൂടി കൊടുക്കാൻ ഞാൻ ബാധ്യസ്ഥയാണ്. അപ്പൊ അങ്ങനെ ഒരു തെളിവ് എന്തായാലും വരില്ല. അങ്ങനെ അല്ലാത്ത പക്ഷം എന്താവും? ഞാൻ ആർക്കെതിരെയാണോ പറഞ്ഞിരിക്കുന്നത് ആ വ്യക്തിയുടെ പേര് ആ റിപ്പോർട്ടിൽ വന്നാൽ ആ വ്യക്തിക്ക് എനിക്കെതിരെ ഡിഫമേഷൻ, മാനനഷ്ട കേസ് കൊടുക്കാമല്ലോ. ഇല്ലാത്തൊരു കാര്യമാണ് എനിക്കെതിരെ പറഞ്ഞത്, അത് പ്രൂവ് ചെയ്യാന്നുള്ളത് എന്റെ ഡ്യൂട്ടിയല്ലേ. സോ അതുകൊണ്ടാണ് പറയുന്നത് നിയമസാധുത ഇല്ല, അതുകൊണ്ട് പേരുണ്ടാവില്ല എന്നാണ് എന്റെ ഞാൻ പല അഡ്വക്കേറ്റ്സിനോടും ഈവൻ റിട്ടയർ ചെയ്ത പല ജഡ്ജിനോടും. ശ്രീമതി ഭാഗ്യലക്ഷ്മി, ആരാണ് ഭയക്കുന്നത് ഈ ഹേമ കമ്മീഷൻ റിപ്പോർട്ട് പുറത്തു വരുന്നതിനെ? ആരാണ് ഭയക്കുന്നത്? ഈ സജിമോൻ പാറയില് ഇത്തരമൊരു ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നുണ്ടെങ്കിൽ അദ്ദേഹത്തിന് പിന്നിൽ മറ്റാരെങ്കിലും, ഇതില് ഈ റിപ്പോർട്ടിനെ ഭയക്കുന്ന ആരെങ്കിലും അദ്ദേഹത്തിന് പിന്നിൽ കാണുമോ? ഇത് സജിമോൻ പാറയിലിനെ വെച്ച് മറ്റൊരാൾ കളിക്കുന്നതാണെന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല. ഇത് സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരാളെ വ്യക്തിപരമായിട്ട് എനിക്കറിയാം. പക്ഷേ അദ്ദേഹം ചില സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് എന്നാണ് എനിക്കറിയാൻ സാധിക്കുന്നത്. കാരണം എനിക്കറിയാം വ്യക്തിപരമായിട്ട് അദ്ദേഹം ഒരു പഴയ സുഹൃത്തുമാണ്. അദ്ദേഹം ഒരു നിർമ്മാതാവാണോ അല്ലെങ്കിൽ സംവിധായകനാണോ അതൊന്നും എനിക്കറിയില്ല. ഞാൻ അറിഞ്ഞിട്ടില്ല. അദ്ദേഹം സിനിമ നിർമ്മിച്ചൊന്നും എനിക്കറിയില്ല. അപ്പൊ പെട്ടെന്ന് ഒരു സുപ്രഭാതത്തിൽ സജിമോൻ പാറയിൽ എന്ന് പറയുന്ന ഒരു വ്യക്തി ഇങ്ങനെ ഒരു സ്റ്റേ ഓർഡർ കൊടുക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് സജിമോൻ പാറയിലിന്റെ ഇൻട്രസ്റ്റ് അല്ല, മറ്റാരുടെയോ ആണ് സജിമോൻ പാറയിലിനെ കൊണ്ട് അത് ചെയ്യിപ്പിക്കുന്നത്. കാരണം